മറ്റൊരു ഇന്തോനേഷ്യൻ കല്യാണത്തിന്റെ വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വെറും ഒരു കല്യാണം എന്ന് പറയാൻ പറ്റില്ല, ഒരു 1.5 കല്യാണമാണ് കേട്ടോ. കുക്കുടു ലഭിച്ചു ഒരു പ്രോമാക്സ് വെഡിങ് ആണ്. ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള ഇന്ത്യൻ ഫാമിലിയും ഇന്തോനേഷ്യൻ ഫാമിലിയും ഒന്നിച്ചപ്പോൾ അവിടെ നടന്നത് ഒരു സ്ഫോടനമായിരുന്നു. ഈ കല്യാണത്തിൽ എനിക്ക് ഒരു വലിയ റോൾ ഉണ്ട് കേട്ടോ. ഈ കല്യാണത്തിന്റെ സാക്ഷി, വിറ്റ്നസ്, അത് ഞാനാണ്. ഇന്തോനേഷ്യയിൽ കല്യാണങ്ങളിലെ സാക്ഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. പക്ഷെ ഇവിടെ പല ചടങ്ങുകളിലും ഞാനും പങ്കെടുക്കണം. നേരം പരപരാ വിളിക്കുന്നേ ഉള്ളൂ. എൻ്റെ കല്യാണത്തിലോ ഞാൻ ഇത്ര നേരത്തെ പോയിട്ടില്ല. വെട്ടം വീണ് തുടങ്ങിയിട്ടില്ല. ഓക്കെ, സമയം 5:47 ആയതേ ഉള്ളൂ. ഇപ്പം തന്നെ ലേറ്റാണ്. ഇതുപോലെ ഈ റോഡൊന്നും ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല കേട്ടോ. എപ്പോൾ പോയാലും ബ്ലോക്കും നല്ല തിരക്കുള്ള റോഡാണ്. ഇപ്പം നല്ല കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ഏകദേശം 10-20 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് നമ്മുടെ കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വണ്ടി നമ്മുടെയാണെന്ന് തോന്നുന്നത്. ഫസ്റ്റ് വണ്ടി നമ്മുടേതല്ല, അവിടെ വേറൊരു വണ്ടി വന്നിട്ടുണ്ട്. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ്, ഇവിടെ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും പേര് ഇവിടെ എഴുതിയതിൻ്റെ കൂട്ടത്തിൽ അവർ എന്താ പഠിച്ചതെന്ന് എഴുതും കേട്ടോ. നമ്മുടെ കല്യാണ ചെക്കൻ BSc MSc ഒക്കെ പഠിച്ച ചെക്കനാണ്. അതുപോലെ കല്യാണ പെണ്ണിൻ്റെ പേര് എവിടെയുടെ ഇന്തോനേഷ്യയിലെ ഏതോ ഡിഗ്രിയാണ് കേട്ടോ. SST എന്തോ KKK എന്നുള്ള എന്തോ ഒരു ഇന്തോനേഷ്യൻ ഡിഗ്രിയാണെന്ന് തോന്നുന്നു കേട്ടോ. SST MKM എന്തോ പഠിച്ചാണ്. BSc MSc പഠിച്ച ചെക്കനാണ് നമ്മുടെ കല്യാണ ചെക്കൻ. അപ്പോൾ ചെക്കൻ നല്ല തലയുള്ള ചെക്കനാണ്, എന്നെ പോലെ എന്ന് മനസ്സിലായല്ലോ. നല്ല പഠിത്തമുള്ള പിള്ളേരാണ് കേട്ടോ ഇപ്പോൾ ഇന്തോനേഷ്യയിൽ നിന്ന് കല്യാണം കഴിക്കുന്ന എല്ലാവരും. മെട്രോ അതേ അവിടെ പോകുന്നുണ്ട്. അത് മെട്രോൻ്റെ പാലാണ് ആ കാണുന്നത്. എനിക്ക് അത്രയും സൂമില്ല, ഉണ്ടെങ്കിൽ കാണിച്ചു തരായിരുന്നു. വീണ്ടും ഒരു ഇന്തോനേഷ്യൻ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് കല്യാണ ഹോൾ. ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ റഫയും നൂറ ബേബിക്കും വരണമെന്നുണ്ടായിരുന്നു. അവരെ കൊണ്ടുവരാൻ പറ്റില്ല, കാര്യം കുറേ ആൾക്കാർ വരുന്ന സ്ഥലമായതുകൊണ്ട്. അവരെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മളെ നൂറ ബേബീൻ്റെ ഇമ്മ്യൂൺ എന്താ പറയുക, വാക്സിനും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ പുറത്ത് കുറേ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മൾ റഫേനെയും മോളെയും നമ്മുടെ കല്യാണ ചെക്കനെയും പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഹോള്. ചാരിറ്റാസ് കൺവെൻഷൻ സെൻറ്റർ എന്നാണ് ഇതിൻ്റെ ഹോളിൻ്റെ പേര്. ഒരു ക്രിസ്ത്യൻ ഫെസിലിറ്റിയാണ്. സംഭവം അടിപൊളിയാണ് കേട്ടോ. പാർക്കിംഗ് ഏരിയയൊക്കെ നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവരെയും കാണണം. നമ്മുടെ കല്യാണ ചെക്കൻ്റെ പേരും കല്യാണ പെണ്ണിൻ്റെ പേരും കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. എൻ്റെ വിശേഷം എൻ്റെ തള്ളും കാണാൻ വേണ്ടിയിട്ടല്ല നിങ്ങളോട് നിൽക്കുന്നത് എനിക്കറിയാം. കല്യാണ ചെക്കനെയും പെണ്ണിനെ കാണാനാണെന്നറിയാം. നമ്മുടെ ആദ്യത്തെ ആളെ പരിചയപ്പെടാം. തലയിൽ ഒരു രാജാവിൻ്റെ കിരീടമൊക്കെ ചൂടി കഴുത്തിലൂടെ ഒരു ഷോളൊക്കെ ഇട്ട് ഇപ്പോൾ ഡ്രസ്സ് ഇട്ട് അവിടെ നിൽക്കുന്ന ആളാണ് നമ്മുടെ കല്യാണ ചെക്കൻ ജുൻഡാൽ. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുൻഡാൽ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, സ്നേഹനിധിയായ ഇന്തോനേഷ്യൻ ഫാദർ ഇൻ ലോ തയ്ച്ചു കൊടുത്ത ഡ്രസ്സാണ് പുള്ളിക്കാരൻ ഇട്ടേക്കുന്നത്. അതിൻ്റെ ഒരു സ്നേഹവും സന്തോഷമൊക്കെ ജുൻഡാലിൻ്റെ മനസ്സിൽ കാണാം. ഈ ഹിന്ദി സിനിമയിൽ വില്ലനെ പോലെ ബൂമറ വെച്ചുകൊണ്ട് നിൽക്കുന്നത് വില്ലനൊന്നും അല്ല, ഇവിടുത്തെ ക്യാമറാമാനോൻ്റെ അസിസ്റ്റൻ്റ് ആണ് കേട്ടോ. ക്യാമറാമാനോൻ ഇല്ലാത്ത ജാടയാണ് അസിസ്റ്റൻറ്റിനുള്ളത്. ഇതാണ് ഉപ്പായും ജുൻഡാലിൻ്റെ അനിയത്തിയും. രണ്ടുപേരും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ചെക്കനെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കാം. ഇപ്പോൾ സംസാരിപ്പിക്കുന്നില്ല, നമ്മൾ എനർജിയൊക്കെ സേവ് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോൾ. കല്യാണ ചെക്കൻ്റെ ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രോസ് കൾച്ചർ ഡ്രസ്സാണ് കേട്ടോ. അത് ഇന്തോനേഷ്യൻ ആണോ ആണ്, എന്നാൽ ഇന്ത്യൻ ആണോ എന്നാൽ അതുമാണ്. കാര്യം എന്ന് വെച്ചാൽ ജുൻഡാൽ ഇട്ടേക്കുന്ന തൊപ്പി ശരിക്കും ഇന്തോനേഷ്യൻ അല്ല, അതൊരു ഇന്തോനേഷ്യൻ ഡ്രസ്സ് ടൈപ്പിൽ തന്നെയാണ് തയ്ച്ചേക്കുന്നത്. പക്ഷെ അതിനൊരു ഇന്ത്യൻ ടച്ചും കൂടെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഷോളും തൊപ്പിയും കൂടെ വന്നപ്പോഴത്തേക്കും എക്സാക്ട്ലി ഒരു ഇന്ത്യൻ കൾച്ചറൽ ഡ്രസ്സ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ജിൻഡാലിൻ്റെ ഉമ്മായും ആൻറ്റിയും അനിയത്തിയൊക്കെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ചോദിക്കായിരുന്നു നമ്മുടെ ജിൻഡാലിനെ, നമ്മുടെ കല്യാണ ചെക്കനെ എന്ത് വിഷാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന്. जुंडल को क्या विश देना चाहता हूँ? आप क्या विश करना चाहती हैं? क्या विश करना चाहती हूँ? हाँ, बहुत बहुत मुबारक हो मेरे बेटे को। हाँ, अल्लाह सेहत हयात दे, दोनों का जोड़ी सलामत रखे। ओके, नाइस. आप क्या बोलना चाहते हैं? भैया को बहुत खुश देखना चाहती हूँ इन फ्यूचर विद भाभी। हाँ, और ओके, हमेशा से खुश रहे जैसा भी है. ओके, स्वीट. जी मैं चाहती हूँ कि वो जितना खुशी से आया है यहाँ पे उसे हमेशा सारा जिंदगी दोनों आमीन. खुश रहें, हाँ, अच्छे से रहें, ऐसे शादाबाद रहें. ओके. जितना इंडोनेशिया से हम लोग जितना उम्मीद लेके आए हैं तो हम लोगों का उम्मीद पूरा हो. സോ സ്വീറ്റ്. ഓക്കെ, അവർ കൊടുക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ എന്നും സന്തോഷത്തോടെ രണ്ടാൾ ഇരിക്കട്ടെ എന്നൊക്കെയാണ്. നമ്മുടെ ജുൻഡാൽ വരുന്നത് ഒഡീഷയിലാണ് കേട്ടോ. നമ്മുടെ പണ്ട് നമ്മൾ ഒറീസ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടല്ലോ, ഒഡീഷ, അവിടെ നിന്നാണ് നമ്മൾ ജുൻഡാൽ. ചെക്കൻ നല്ല ബാംഗ്ലൂർ ഏതോ ഒരു വലിയ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്.
നമ്മുടെ കല്യാണ പെണ്ണ് ഇവിടുത്തെ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്. അപ്പോൾ ഇവരുടെ കല്യാണം കുറച്ച് നല്ല ഗ്രാൻഡാണ് കേട്ടോ. അപ്പം എൻ്റെ കല്യാണമൊക്കെ നടന്ന പോലെ തന്നെ എനിക്കൊന്നും അതിനേക്കാളും ഗ്രാൻഡാണ്. അവിടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, പ്രൊജക്ടർ സ്ക്രീനും, പിന്നെ കുറച്ചും കൂടെ ഒരു ലക്ഷറി, കുറച്ചും കൂടെ പൈസ പൊട്ടിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ പതിയെ മനസ്സിലാക്കാം കേട്ടോ. ഞാൻ ഇവരെക്കാട്ട് നല്ല കമ്പനിയാണ്. എനിക്ക് കുറച്ച് ഹിന്ദി, കുറച്ച് ഉടായിപ്പ് ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. अभी हम मिला हमारा ग्रूम का माँ बाप और बहन और आंटी सबके साथ. इस दुनिया में पेरेंट्स सब लोग चाहता हूँ लाइक अपना बच्चा के लिए अच्छा चीज़ होना चाहिए फ्यूचर में. सेम देर आल्सो विशिंग एंड मेकिंग दुआ फॉर जुंडल एंड आने वाला बीवी को. सबके लिए दुआ कर रहे माशाल्लाह. एक्चुअली इट्स काइंड ऑफ ए प्लेस वेयर टू कल्चर्स गेटिंग टुगेदर. दो अलग अलग कंट्रीज़ का कल्चर एक अकेला होने का एक स्पेशल ओकेशन है इधर अभी. सो आई एम सो हैप्पी टू विटनेस सच काइंड ऑफ ए मोमेंट. सो हैप्पी. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഹിന്ദിയിലെ തള്ള്? മുജെ മാലു എന്ന് ജഗതി പറഞ്ഞത് ഓർമ്മ വന്നിട്ടുണ്ടാവും പലർക്കും. ഞാൻ എന്താ ഹിന്ദി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജിൻഡാലിൻ്റെ കല്യാണ വീഡിയോ ചിലപ്പോൾ അവിടെയുള്ള റിലേറ്റീവ്സൊക്കെ കാണാൻ വഴിയുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഭാഷ കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സന്തോഷമാവില്ല. ഞാൻ ഹിന്ദി പറഞ്ഞപ്പോഴേ വിചാരിച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ജിൻഡാല് വീട്ടിൽ നിന്ന് സോക്സ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ജിൻഡാല് താമസിക്കുന്ന എയർബിഎൻബിയിലേക്ക് പോവാണ് ആ സോക്സ് എടുക്കാൻ. ഒറ്റക്കല്ല, ഒപ്പം നമ്മളെ കല്യാണിച്ചക്കൻ്റെ ഉപ്പായുണ്ട്, ഷാഹിദ് എന്നാണ് കേട്ടോ ആളുടെ പേര്. ആള് കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂ ജനറേഷൻ ഉപ്പ തന്നെയാണ് കേട്ടോ. ആളുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. हाँ, एक छोटी सी कैमरा है बट क्वालिटी अच्छा है इसका. अच्छा जी, ये बहुत छोटा है ना. पहले जैसा बड़ा बड़ा कैमरा लेके जाने के लिए ज़रूरत अभी नहीं है. बहुत छोटा चीज़ है. ये पानी का अंदर भी जा सकता है. हाँ, वाटर प्रूफ है जी. और किधर भी रख सकता है, इधर इधर इधर, और बॉडी में रख सकता है. कितना मेगापिक्सल का है ये? अभी 48 मेगापिक्सल कुछ 4K है. നമ്മളെ ബാക്കിൽ കാണുന്ന ഈ വീട്ടിലാണ് കല്യാണച്ചക്കൻ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ കാര്യം ഇപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചെന്ന ഉടനെ തന്നെ നമുക്ക് ഡ്യൂട്ടി കിട്ടി. അവൻ അവിടെ സോക്സ് മറന്നു വെച്ച് കല്യാണത്തിന് ഇടാനുള്ള സോക്സ്. അപ്പോൾ ഷൂ മാത്രം എടുത്തിട്ട് വന്നിട്ടുണ്ടെന്തോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കല്യാണച്ചക്കൻ്റെ വാപ്പായുമായിട്ട് ഇവിടെ വന്നതാണ് കേട്ടോ. അതാണ് അവർ താമസിക്കുന്ന വീട്. എയർബിഎൻബി ആണ്. അപ്പോൾ ഇന്തോനേഷ്യയിലൊക്കെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എയർബിഎൻബി യൂസ് ചെയ്യാം സുഖമായിട്ട്. ഇത് ഇവിടെയാണ് അവർ താമസിക്കുന്നത്. അടിപൊളി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതെ, ഞാനും അവരുടെ കൂടെ നിൽക്കാനാണ് വെഡിങ് ഓർഗനൈസറും ഇവന്റ് മാനേജ്മെന്റിലെ ടീമുകളും പറയുന്നത്. ആദ്യം ഞാൻ നിന്നില്ല. ആദ്യം ഞാൻ പറഞ്ഞു എനിക്ക് വീഡിയോസ് എടുക്കണം, എനിക്ക് കാര്യങ്ങളെ കണ്ട് എൻജോയ് ചെയ്യണം എന്ന്. പിന്നെ അവരോടൊപ്പം നിൽക്കേണ്ടി വന്നു കേട്ടോ. അതൊക്കെ പോട്ടെ, ഈ ഒഡീഷക്കാരൻ ജുൻഡലുമായിട്ട് മലയാളിയായ ഫാറൂഖിന് എങ്ങനെ കണക്ഷൻ വന്നു എന്നായിരിക്കും ആലോചിക്കുന്നല്ലേ. അത് ഞാൻ പറയാം. ഏകദേശം 8-9 മാസങ്ങൾക്ക് മുന്നെയാണ് നമ്മുടെ ജുൻഡാൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ആദ്യം മെസ്സേജ് അയച്ചത് എന്താ പറയുക, ഡോക്യുമെന്റേഷനും കാര്യങ്ങളുടെയൊക്കെ ഡൗട്ട്സ് ചോദിച്ചിട്ടാണ്. കുറേ മെസ്സേജുകൾ കാണാതെ പോയിട്ട് മിസ്സായ മെസ്സേജുകൾക്ക് ശേഷം പിന്നെ ഒരിക്കലാണ് ഞാൻ ജുൻഡാലിൻ്റെ മെസ്സേജുകൾ കാണുന്നത്. പുള്ളിക്കാരൻ എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണോ ശരിയായിട്ടുള്ള രീതി എന്നൊക്കെ അറിയാനായിട്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഏകദേശം എല്ലാം ശരി തന്നെയാണ്. പിന്നെ കുറച്ച് ഡൗട്ട്സ് ജുൻഡാലിനുണ്ടായിരുന്നു. അതൊക്കെ അന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ക്ലിയർ ചെയ്തു. ആദ്യത്തെ സംസാരത്തിൽ നിന്ന് തന്നെ ജുൻഡാൽ വളരെ ഹമ്പിളായിട്ടുള്ള രീതിയിലായിരുന്നു സംസാരിച്ചത്. ഒപ്പം ഹോണസ്റ്റ് അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം പലപ്പോഴായിട്ട് ജുൻഡാൽ മെസ്സേജ് അയക്കും, കാര്യങ്ങൾ അന്വേഷിച്ച് ഞാൻ അയക്കും. എവിടം വരെ ആയോ, ഡോക്യുമെന്റേഷനൊക്കെ എന്തായി, ഒരുക്കങ്ങളൊക്കെ എവിടം വരാൻ ചോദിച്ച് ഞാനും മെസ്സേജ് അയക്കും. ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പും കൂടെ വന്നു കയറി. 2 മാസം മുന്നേ ജിൻഡാൽ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഫാറൂഖ് ബ്രോ എൻ്റെ വെഡ്ഡിങ് ആണ്, ഇൻഷാ അല്ലാഹ് ജൂലൈയിൽ നടത്താൻ പ്ലാൻ ചെയ്യുകയാണ്, ഉണ്ടാവണം, റഫയും ഒക്കെ ആയിട്ട് ഒരുമിച്ച് വേണം കല്യാണത്തിന് വരാനെന്നൊക്കെ പറഞ്ഞു. അന്ന് ഞാൻ പ്രോമിസ് ചെയ്തു ഉറപ്പായിട്ടും റഫയും മോളൊക്കെ ഉണ്ടാവുമെന്ന്. എന്നെ പിടിച്ച് ആൾക്കാരുടെ കൂടെ ഇരുത്തിയാട്ടോ, ഞാനാണ് സാക്ഷി. ഞാൻ നമ്മുടെ കല്യാണ ചെക്കൻ്റെ ചോദിക്കായിരുന്നു ടെൻഷൻ ഉണ്ടോന്ന് കേട്ടോ. അതെ, ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞങ്ങളെല്ലാവരും ഉണ്ട് ഇവിടെ. ഇതാണ് പെണ്ണിൻ്റെ ഉപ്പ, ഇത് മറ്റൊരു സാക്ഷി, ഇത് ഞാൻ വേറെ സാക്ഷി. അവർ നമ്മളെ കല്യാണ ചെക്കൻ്റെ ഉപ്പാനെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു. ഇന്ത്യയിലാണെങ്കിലും ഇന്തോനേഷ്യയിലാണെങ്കിലും വെഡ്ഡിംഗ് എന്ന് പറയുമ്പോൾ വലിയൊരു പ്രിപ്പറേഷനാണ്. 2 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാകുമ്പോഴത്തേക്കും അതിൽ കുറേ വെല്ലുവിളികളും തടസ്സങ്ങളും ഒരുപാടുണ്ടാവും. ഒരുപാട് ക്ഷമയും പരസ്പര സഹകരണവും ടീം വർക്കും ഒക്കെ വേണ്ട ഒരു കാര്യമാണ് ഈ 2 രാജ്യത്തിലുള്ള ഒരു കല്യാണം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച്. അങ്ങനെ കുറേ പ്രതിസന്ധികളൊക്കെ വിജയകരമായിട്ട് തരണം ചെയ്താണ് ഇന്ന് ഈ സൗത്ത് സുമത്രയിൽ നമ്മുടെ ജുൻഡാലും യോക്കിയും വിവാഹിതരാകുന്നത്. How you feel? Feeling is so mixed. I mean, I'm confused as well as I'm excited. I'm happy.
Also, I'm nervous. all together. ശരിക്കും ഇവർ സംസാരിക്കുന്നത് ഒഡിയ ലാംഗ്വേജ് ആണ് കേട്ടോ. വാട്ട് യു സെഡ്? She is teasing me. My sister. എൻ്റെ പെങ്ങള് കളിയാക്കുന്ന കേട്ടോ, കുക്കുഡുലു കുച്ചു എന്ന് പറഞ്ഞിട്ട്. ഇവരുടെ ഭാഷ ഒഡിയ. യു സ്പീക്ക് ഒഡിയ ഇൻ ഹോം? No, we speak Urdu. But the regional language is Bahasa. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ള കറക്റ്റ് ടൈം അല്ല കേട്ടോ. അതെ, ചെക്കൻ നിക്കാഹിൻ്റെ സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. വി ആർ ഡൂയിങ് ദിസ് ഇൻ്റർവ്യൂ വൈൽ യു ആർ ടു മേക്ക് യു ഫീൽ കാം. ഓക്കെ, It's okay. ഞാൻ പറഞ്ഞ നമ്മളെ ചെക്കനെ ഒന്ന് സാക്ഷി ഞാൻ പോയി വീഡിയോ എടുത്തിട്ട് വരാം. Alhamdulillah Rabbil Alamin wa bihi nasta'in ala umuri dunya wad din. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ റീജിയണൽ മാരേജ് ഓഫീസിൽ നിന്ന് അവിടുത്തെ മെയിൻ സീനിയർ ഓഫീസർ എത്തി കേട്ടോ, കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനായിട്ട്. വൈവാഹിക ജീവിതത്തെ പറ്റി കുറച്ച് പ്രസംഗമുണ്ട്. അതിനുശേഷം രണ്ടുപേർക്കുള്ള പ്രാർത്ഥനകളും വിഷസും ഒക്കെ ആൾ കൊടുക്കും. പിന്നെ കുറേ ഭാര്യയ്ക്കുള്ള ഭർത്താവിനുള്ള റൈറ്റ്സും ഒക്കെ അതിന് മുന്നിൽ വെച്ച് സദസ്സിൽ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ തന്നെ കല്യാണ ചെക്കനും പെണ്ണിനുമായിട്ട് ഒരു കൗൺസിലിംഗ് ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാരേജ് ഓഫീസിൽ നിന്ന്. അത് ഇന്തോനേഷ്യയിൽ മസ്റ്റായിട്ട് അവിടെ കല്യാണം കഴിക്കുന്ന എല്ലാവരും, ലോക്കൽ ഇന്തോനേഷ്യൻസും പിന്നെ ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ആ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കണം. Now your turn, Mr. Baron. Yeah, like this and look at the camera. Show the camera. What's the Mr.? Okay. حرام أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله اللهم صل وسلم على سيدنا محمد وعلى آله وصحبه أجمعين أما بعد فيا عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله تعالى في القرآن الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحيم. بسم الله الرحمن الرحيم. أستغفر الله العظيم. 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 أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. وأشهد أن محمدا رسول الله. وأشهد أن أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إلهي أنت مقصودي ورضاك مطلوبي. بسم الله الحمد لله والصلاة والسلام على رسول الله سيدنا محمد بن عبد الله وعلى آله وصحبه ومن والاه لا حول ولا قوة إلا بالله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أوصيكم عباد الله ونفسي بتقوى الله. Saudara Muhammad Jundal Majid bin Muhammad Syahid, engkau aku nikahkan dan aku kawinkan dengan seorang perempuan bernama Yogi Arumsari secara wali hakim dengan mahar logam mulia 10 gram dan uang $100 tunai. Saya terima nikahnya dan kawinnya dengan mas kawin yang tersebut tunai.
ആ വന്നിരിക്കുന്ന അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ വലതുവശത്തിരിക്കുന്ന സാക്ഷിയോടും ഇടതുവശത്തിരിക്കുന്ന എന്നോടും ഓക്കെ അല്ലേ ചോദിക്കും. അത് അവരുടെ ഒരു പ്രോസസ്സാണ് കേട്ടോ. അടുത്തത് ഞാൻ ആ ഡോക്യുമെൻറ്റിൽ സാക്ഷിയുടെ സ്ഥാനത്ത് നിന്ന് ഒപ്പിടുകയാണ് കേട്ടോ. എൻ്റെ കല്യാണത്തിന് പോലും എനിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ്, ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു കല്യാണത്തിന് സാക്ഷിയാവുന്നത്. ആ വേദിയിലിരുന്നുകൊണ്ട് ഞാനും അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് കുറേ പ്രാർത്ഥിച്ചു കേട്ടോ. എൻ്റെ മനസ്സിലും അവർക്കുള്ള പ്രാർത്ഥനയായിരുന്നു നിറയെ. അവരുടെ ജീവിതം ഈസി ആയിരിക്കാനും അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വരാതെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനും കുറേ സൽസന്താനങ്ങളെ ലഭിക്കാനും ഒക്കെയുള്ള സന്തോഷവും പ്രാർത്ഥനയായിരുന്നു മനസ്സിൽ നിറയെ. Yogi Aronsari, SSI, എല്ലാവരുടെയും ജീവിതത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ഇൻ ദ ലൈഫ് ആയിരിക്കും ഈ കല്യാണം എന്നുള്ളതല്ലേ. ഇത്രയും മനോഹരമായ ദിവസം വേറെ ഒന്നും ഉണ്ടാവില്ല. എല്ലാ മാതാപിതാക്കളെയും പോലെ നമ്മുടെ ജുൻഡാലിൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടായിട്ടുണ്ടാവാം മനസ്സിലൊരു ആശങ്ക. എൻ്റെ മകൻ ഇന്തോനേഷ്യയിൽ കല്യാണം കഴിച്ചാൽ എങ്ങനെയാണ്? ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ ഒരുപാട് ദൂരമില്ലേ? സാംസ്കാരികപരമായ വ്യത്യാസങ്ങൾ, ഭക്ഷണ കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, ജീവിതശൈലിയിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ എന്ന്. അന്നൊന്ന് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഖദറിലാണ്. ജുൻഡാലിൻ്റെ ഖദറിൽ പടച്ചവൻ കുറിച്ചിട്ട വധുവിൻ്റെ പേര് യോക്കി സാരി എന്ന് പറഞ്ഞ ഇന്തോനേഷ്യൻ പെൺകുട്ടിയുടേതാവാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവരിരുവരും ഒരുമിച്ചിരിക്കുന്നത്. അടിപൊളി. അവര് ഒരുപാട് നാൾ സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ സമയത്താണ് വധുവായ യോക്കി സാരിയെ വരനായ ജുൻഡാൽ ആദ്യമായിട്ട് കാണുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും അവരുടെ ഉള്ളിലുണ്ടാവും അല്ലേ? വിവാഹവേഷത്തിൽ തമ്മിൽ കാണുന്നത് ആദ്യമായിട്ടാണ് ഇന്നത്തെ ദിവസം. I here will promise truthfully that I will fulfill my obligation as a husband and I will associate my wife named Yoki Aronsari, daughter of Mr. Badros Samsi. Kindly അങ്ങനെ രണ്ടാളും നിക്കാഹ് ബുക്കിൽ ഒപ്പിടുകയാണ്. ഇതോടുകൂടി ഒഫീഷ്യലായിട്ട് അവർ വിവാഹിതരായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്തോനേഷ്യയിൽ ഇതിന് പറയുന്നത് ബുക്ക് നിക്കാഹ് എന്നാണ്. പച്ച നിറത്തിലുള്ള ഒരു പാസ്പോർട്ട് പോലത്തെ ബുക്ക്. ഇന്തോനേഷ്യയിൽ ഒരു പുരുഷനും ഒരു സ്ത്രീയും വിവാഹിതരായി എന്ന് എന്താ പറയുക, അതിനുള്ള ഒരു തെളിവാണ് ഈ നിക്കാഹ് ബുക്ക്. ഇരുവരും റിംഗ് എക്സ്ചേഞ്ച് നടത്തുകയാണ്. ഇപ്പോൾ അവരുടെ ഉള്ളിലെ സന്തോഷം മുഖത്ത് പ്രകടമാവുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം അവർ രണ്ട് ഉപ്പാനെയും ഉമ്മാനെയും കയ്യിൽ നിന്നും ബ്ലെസ്സിങ്സ് വാങ്ങിക്കുന്ന ഒരു സീനാണ് കേട്ടോ. ആദ്യമായി മകനെ ഇങ്ങനെ അടുത്ത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ നമ്മുടെ ഇന്ത്യൻ ഉപ്പാൻ്റെ മുഖത്ത് കാണാം. അതോടൊപ്പം അപ്പുറത്ത് അണപൊട്ടി ഒഴുകുന്ന നിറകണ്ണുകളോടെ ഇരിക്കുന്ന ഇന്തോനേഷ്യൻ ഉമ്മ, നമ്മുടെ യോക്കി സാരിയുടെ ഉമ്മയെയും അവിടെ കാണാം കേട്ടോ. വിഷമത്തിലല്ല, ആനന്ദക്കണ്ണീരിലാണ് അവരും ഇവരും ഒക്കെ. മകനെ ചേർത്ത് പിടിച്ച് എന്താ പറയുക, നെറ്റിയിൽ ഉമ്മ വയ്ക്കുന്ന ഉപ്പായും തിരിച്ചു കൊടുക്കുന്ന മകനെയൊക്കെ നമുക്ക് ഇവിടെ കാണാം കേട്ടോ. ഇന്തോനേഷ്യയിലെ ഈ കൾച്ചർ ശരിക്കും പറഞ്ഞാൽ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കൾച്ചറാണ് കേട്ടോ. എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ അവിടെ ഉമ്മയൊക്കെ ചിരിക്കുന്നുണ്ട്, നമ്മളെ ജുൻഡാലിൻ്റെ ഉമ്മ. കാര്യം ജീവിതത്തിൽ ഇതങ്ങനെ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മകനെ കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇന്തോനേഷ്യയിൽ അത് സ്ഥിരമാണ് കേട്ടോ. മക്കളെ അവർ ഇടയ്ക്കിടയ്ക്ക് കെട്ടിപ്പിടിക്കും ഉമ്മയൊക്കെ ചെയ്യും. മീൻസ് വലുതായി കഴിഞ്ഞാൽ, ചെറുതിൽ നമുക്ക് ഒരുപാട് ഉമ്മ നമ്മുടെ ഉമ്മായും വാപ്പായും ഒക്കെ തന്നിട്ടുണ്ടാകും. പക്ഷേ വലുതായി കഴിഞ്ഞാൽ ഉമ്മയുടെ എണ്ണമൊക്കെ കുറയും. എന്തായാലും വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് ഇതൊക്കെ ഇങ്ങനെ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത്. അവിടെ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് രാജ്യത്തിൻ്റെ കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ് ശരിക്കും നടക്കുന്നത് കേട്ടോ. റിയലി ഹാപ്പി ടു വിറ്റ്നസ് ഓൾ ദീസ് തിങ്സ്. അതിനുശേഷം അവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഗസ്റ്റിൻ്റെ അടുത്തു നിന്നും ബ്ലെസ്സിങ്സ് വാങ്ങിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജുൻഡാലിനോട് ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറച്ച് ടയർഡാവുന്ന രീതിയിലുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇന്തോനേഷ്യയിൽ ഉണ്ടാവുമെന്ന്. ബട്ട് ജുൻഡാൽ ഈസ് കംപ്ലീറ്റ്ലി എന്താ പറയുക, വെൽ പ്രിപ്പയർഡ് ആൻഡ് ഹീസ് വെരി സ്ട്രോങ് ടു ഹാൻഡിൽ ഓൾ ദീസ് തിങ്സ്. ഇടയ്ക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ മിക്സ് ചെയ്യുന്നത് നമ്മുടെ ജുൻഡാലിൻ്റെ റിലേറ്റീവ്സൊക്കെ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും രണ്ട് വാക്കുകൾ മനസ്സിലാവണ്ടേ, ഇല്ലെങ്കിൽ അവർക്കും ബോറടിക്കില്ലേ. ഈ പാട്ട് പാടുന്നുണ്ടല്ലോ, കല്യാണപ്പെട്ടിന്റെ വാപ്പാണ്, ഇംഗ്ലീഷ് പാട്ട്.
പെൺകുട്ടീൻ്റെ ഉപ്പ ഇത്ര നല്ലോണം പാടുമെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ആൾ ഈ പ്രായത്തിൽ നല്ല ഉഷാറായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. ഇന്ന് വിവാഹിതയാവുന്ന എൻ്റെ മോൾക്കും മരുമോനും വേണ്ടിയിട്ട് പ്രണയഗാനം ആലപിക്കുന്ന വാപ്പ. ആഹാ, അന്തസ്. കല്യാണ ചെക്കനും കല്യാണ ചെക്കൻ്റെ ഉമ്മ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇന്തോനേഷ്യക്കാരെ വന്നിരിക്കുകയാണ് ഇപ്പോൾ രണ്ടുപേരും. സെക്കാറങ് अभी एक्जैक्टली इंडोनेशियन लग रहा है. जुंडाल ये सब क्लिनिशा करेगा तो इंडोनेशियन हो गया. ऐसा लगा चल रहा था मैम, फेस वॉश करके आ गई. पहली बार मेरी मेकअप हो रही, पहली बार. मैं भी आराम से बैठ के देखी. ये बहुत एंजॉय कर रहा है, एंजॉय करेगा. ये बहुत हेवी हो रहा था ना. ഇവിടെ ഒരാൾ മേക്കപ്പ് ഒക്കെ കഴുകി കളഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ മമ്മ പറയാണ് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് മേക്കപ്പ് ഇടുന്നതെന്ന്. സ്വന്തം കല്യാണത്തിന് പോലും മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന്. इंग्लिश में पूरा अभी पापा हमारा पापा जाके हिंदी गाना गाएंगे. पापा ഇനിയാണ് ശരിക്കും കുറേ പ്രോഗ്രാംസ് ഉള്ളത്. പാട്ടും ഡാൻസും ആഘോഷങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനിയാണ്. കാര്യം നമ്മുടെ നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനിയാണുള്ള പ്രോഗ്രാംസ് വരാൻ പോകുന്നത്. ഈ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഡാൻസുകാരികൾ ഇവർ ശരിക്കും പറഞ്ഞാൽ പലമ്പങ്കിൻ്റെ ട്രഡീഷണൽ ഡാൻസ് കളിച്ചുകൊണ്ട് നമ്മുടെ പുതിയണ്ണിനെയും പുതിയാപ്പിളേനെയും സ്റ്റേജിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നവരാണ് കേട്ടോ. ഇവരൊറ്റക്കല്ല, ഇവരോടൊപ്പം പെൺകുട്ടീൻ്റെ കൂട്ടുകാരികൾ മന്ദം മന്ദം ഈ നടന്നു വരുന്നവരൊക്കെ നമ്മുടെ പുതിയണ്ണിനെയും പുതിയാപ്പിളേനെയും പ്ലസ് നമ്മുടെ ഇന്ത്യൻ ഫാമിലീനെയും വെൽക്കം ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവരാണ് കേട്ടോ. അവർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ യോക്കി സാരീൻ്റെ ഫ്രണ്ട്സാണ്, കൂട്ടുകാരികളാണ്. സ്കൂളിൽ പഠിച്ചവരും അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചവരും ഒപ്പം ജോലി ചെയ്യുന്നവരും അവരിലൊക്കെ ഉള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ബെസ്റ്റ് ഫ്രണ്ട്സ്, അവരാണ് ഈ നിരന്ന് നിൽക്കുന്നത് കേട്ടോ. ശരിക്കും കുറേ ആൾക്കാരുണ്ട്, എനിക്ക് തോന്നുന്നു ഒരു 10-20 പേരുണ്ടെന്ന് തോന്നുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഫാമിലി ഉണ്ടല്ലോ, നമ്മുടെ ജുൻഡാലിൻ്റെ ഉപ്പായും ഉമ്മായുടെയും അനിയത്തിയുടെയും ആൻറ്റിയുടെ ഒക്കെ കണ്ണുകളിലെ കൗതുകമാണ് ശരിക്കും എന്നെ വിസ്മയിപ്പിച്ചത്. കാര്യം അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും കൗതുകവും ഒക്കെ അവരുടെ മുഖത്തും തെളിഞ്ഞ് കാണാൻ പറ്റും. ഒപ്പം വലതുഭാഗത്ത് നമ്മുടെ യോക്കീൻ്റെ ഫാമിലിയാണ്, യോക്കി സാരീൻ്റെ ഫാമിലിയാണ്. എല്ലാവരെയും നിരന്ന് നിൽക്കുന്ന വരിവരിയായി നിൽക്കുന്ന ബ്രൈഡ്സ് മെയ്ഡിനെയും ഡാൻസുകാരികളെയൊക്കെ ഹായ് ബായ് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റേജിലേക്ക് നടന്നു വരുന്ന ജുൻഡാലിനെയും പിന്നെ ഒപ്പം നടന്നു വരുന്ന യോക്കീനെയും നമുക്ക് കാണാൻ പറ്റും. പലമ്പങ് ട്രഡീഷണൽ നൃത്ത ചുവടുകളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ. ഇവരൊക്കെയാണ് കേട്ടോ നമ്മുടെ യോക്കീൻ്റെ കൂട്ടുകാരികൾ. എല്ലാവരും കല്യാണത്തിന് വേണ്ടിയിട്ട് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ്. അതിനിടയിൽ ഒരു കുട്ടി മാത്രം കുറച്ച് കളർ മാറിയിട്ടുള്ളൊരു കുട്ടിയുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു യോക്കീൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ എല്ലാവരിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ട് വേറൊരു കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. ഒരേ കളർ തന്നെ, പക്ഷേ ആ ഷെയ്ഡിലൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ആ കുട്ടീനെ വിളിച്ചിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാനത് കാണിച്ചു തരാം. ആ കുട്ടിക്ക് നമ്മുടെ ജുൻഡാലിനോടും യോക്കീനോടും എന്താ പറയാനുള്ളതെന്ന് അതിൽ കേൾക്കാം. നമ്മളെ പുതിയ പെണ്ണ് ഭയങ്കര കരച്ചിലായിരുന്നു സ്റ്റേജിനുള്ളിൽ വെച്ചിട്ട്. ഉപ്പാനെ ഉമ്മാനെ ഒന്നും വിട്ടു പോകുന്നതിലല്ല, ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിനെ വിട്ടു പോകുന്നതിൽ. ചെറുപ്പം മുതലേ എന്തിനും ഏതിനും തണലായിട്ട് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിനെ വിട്ടു പോകുന്നതിനുള്ള വിഷമമൊക്കെ പറഞ്ഞ സ്റ്റേജിൽ നിന്ന് കരഞ്ഞായിരുന്നു. ആ കൂട്ടുകാരി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരിക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. കാര്യം ഇന്തോനേഷ്യയിൽ നിന്ന് കുറേ ദൂരം അകലെ ഇന്ത്യയിലോട്ടാണല്ലോ എന്താ അവർ കല്യാണം കഴിച്ച് പോകുന്നത്. അപ്പോൾ അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. Halo Yoki, Jundal, kenalkan aku Vera, teman kecilmu, teman ngajimu, teman secontek-contekan untuk ujian sekolah. Selamat ya atas pernikahannya. Semoga sakinah mawaddah warohmah untuk Jundal. Please take care of my best friend forever. Please take care her.
Dah. Jangan lupa. Don't forget me, best friend. നല്ല കല്യാണ പെണ്ണിന്റെ അനിയനെ കിട്ടിയിട്ടുണ്ട്. ഹലോ, വാട്ട്സ് യുവർ നെയിം? My name is Abi. ആ Abi. അബി, ബ്രദർ ഓഫ് യോക്കി. Yeah. Yoki's brother Abi. Okay, which class you studying? SMA. History of Education. Oh, serious education. Kampus juga, kampus dia. Oh, ചെക്കൻ ക്യാമ്പസിൽ പഠിക്കാനാട്ടാ. ഉമ്മർ berapa sekarang? 24 വയസ്സല്ലേ കേട്ടോ, 24. 24 വയസ്സുള്ള ചെക്കനാണ്, കണ്ടാൽ പറയത്തില്ല കേട്ടാ. നമ്മളെ കല്യാണ പെണ്ണിന്റെ അനിയനാണ് നിൽക്കുന്നത് കേട്ടോ. തമൻ. Assalamu alaikum. How are you, friend? What's your name? Andika. Andika. Yes. Andika. Di kampus sama-sama. Yes, his friend. Okay. In Jundal is friend. Junior too. high school. Yes. Ah, masya Allah. Ya. Kita rambut sama-sama, panjang. Yes, sir. Ya. Bersama hadir ruang suka merdeka dan putra merdeka. Kami penyambutan. പാട്ടും ഡാൻസും പ്രാർത്ഥനകളും വിശ്വസും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാരനായ ജിൻഡാലിനെ ഇന്തോനേഷ്യ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു കല്യാണത്തിലെ ഓരോ മൊമെൻറ്റ്സും. ഒരുപാട് സന്തോഷം തന്ന ആൾക്കാരാണ് കല്യാണത്തിൽ വന്നത്. നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയും മുഖപ്രസന്നതയോടുകൂടിയും മാത്രമാണ് ഓരോ ഗസ്റ്റിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുക. സ്നേഹത്തോടും സന്തോഷത്തോടും മാത്രം സംസാരിക്കുന്ന ആൾക്കാർ, വിനയത്തോടു കൂടി മാത്രം പെരുമാറാൻ അറിയുന്ന ആൾക്കാർ, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. ജിൻഡാലിൻ്റെ മനസ്സ് പോലെ തന്നെ അവൻ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലം സ്വർഗ്ഗതുല്യം തന്നെ. അങ്ങനെ എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി. കേരളം ഭയങ്കര ഇഷ്ടമാണ്. ജിൻഡാൽ ഓൾറെഡി കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഭയങ്കര സ്നേഹം. അവരെ വാപ്പാണെങ്കിൽ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു, 2-3 ഉമ്മ തന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ ഇങ്ങനെ വന്നതും കൂടെ ഒരുമിച്ച് നിന്നതൊക്കെ ഭയങ്കര ഹാപ്പിയായി അവർ. ഞാനും ഒരുപാട് ഹാപ്പി. നിങ്ങൾ ഹാപ്പി അല്ലേ? അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വേറൊരു സ്റ്റേറ്റ് ആണെന്നൊന്നും ഫീൽ ചെയ്തില്ല. നമ്മളെ സ്വന്തം എന്താ പറയുക, സ്വന്തം ഫാമിലി പോലെ ഫീൽ ചെയ്തത്. ഫ്രണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. സ്നേഹബന്ധങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ബൈ ബൈ.